തിരുവോണ ദിവസം രാവിലെ തന്നെ കുളിച്ച് കുറിയും തൊട്ട് പുതിയ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു ഹോളിവുഡ് ലെവൽ പ്ലക്ക് പടം. അതാണ് ടോക്സിക്. എന്നടാ പണ്ടി വെച്ചെടുക്കുകയെന്ന് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ. സെക്കൻഡ് ഹാഫൊക്കെ ഉണ്ടല്ലോ. സെക്കൻഡ് ഹാഫ് എന്നല്ല, ഈ പടം മുഴുവൻ ഞാൻ സീരിയസ്ലി കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം യൂട്യൂബിൻ്റെ പോളിസി മാറി. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം ഈ റോസ്റ്റിംഗ് കംപ്ലീറ്റ്ലി ഞാൻ നിർത്തിയെന്ന് വെച്ചതാണ്. പിന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കരധികം ഡ്രെയിൻഡായി, അത് എക്സോസ്റ്റഡായി. ആൾക്കാർ കുറേ റിപ്പീറ്റ് അടിച്ച് കമൻ്റൊക്കെ വരാറുണ്ട്, ഈ സാധനം പഴയ പോലെയല്ല, പഴയ ആ ഒരു ഇതില്ല, ഒരേ സാധനം തന്നെയാണ് റിപ്പീറ്റ് വരുന്നത്, ഒരു രസമില്ല എന്നൊക്കെ അങ്ങനത്തെ കമൻറ്റും. പിന്നെ എനിക്കും പേഴ്സണലി അങ്ങനത്തെ കുറേ ഈ തന്നെ ചെയ്തു എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ഫിലിം മേഡ് മീ റീതിങ്ക് ദാറ്റ് ഡിസിഷൻ. എനിക്കിത് കണ്ടപ്പോൾ ഇത് ഇതാണ് റോസ്റ്റേണ്ടത് നമുക്ക് തോന്നില്ല. അങ്ങനത്തെ ഞാൻ സാധാരണ അങ്ങനെയല്ല റോസ്റ്റ് ചെയ്യാറ്. ഒരു പടം മൾട്ടിപ്പിൾ ടൈംസ് കാണും ഒ ടി ടിയിലൊക്കെ എന്നിട്ടാണ് എഴുതിയിട്ടൊക്കെയാണ്. പക്ഷേ ഈ സിനിമയുടെ ഓരോ സീൻ ബൈ സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ വരിക ഈ അതിന് പറ്റിയിട്ടുള്ള അവിടെ അടിക്കാൻ പറ്റിയ കമൻറ്റും അവിടെ അടിക്കാൻ പറ്റിയ ഡയലോഗൊക്കെ അങ്ങനെ ചെയ്തു വെച്ചുള്ളൊരു പടം. എന്തൊക്കെ കാണിച്ചിരിക്കണേ സെക്കൻഡ് ഹാഫ്, അതായത് ക്ലൈമാക്സ് ഒക്കെ എന്താണ് ഈ പടത്തിൻ്റെ ഉദ്ദേശം എന്നത് പോലും അത് എടുത്തവർക്കും അറിയില്ല, വെടി പൊട്ടിച്ചവനും അറിയില്ല, കേട്ടവനും അറിയില്ല എന്നൊക്കെ പറയണ പോലെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ബേസിക്കലി ഇതൊരു പ്ലക്ക് പടമാണ്. പ്ലക്ക് എന്ന മര്യാദയ്ക്ക് കാണിക്കുക അതുമില്ല. ഇത് അങ്ങടുമില്ല അങ്ങടുമില്ല, ഒരുമാതിരി പകുതി കീറിയ ഇല പോലെ, പകുതി കൊടുത്ത മുണ്ട് പോലെയും, അങ്ങടും എത്തൂല അങ്ങടും എത്തൂല, ഒരുമാതിരി എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് ഈ സാധനത്തിൽ. യാഷിനെ പോലെ ഒരു ആക്ടർ ഇത്രയും വലിയൊരു ഫാൻഡം കിട്ടിയിട്ട് ആ KGF 1 and 2 കഴിഞ്ഞിട്ട് പാൻ ഇന്ത്യൻ എന്നല്ല, പാൻ വേൾഡ് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെയൊക്കെ റിയാക്ഷനൊക്കെ കാണാം. പല റിയാക്ഷൻ ചാനൽസും KGF തന്നെ കൊണ്ട് കാരണം മാത്രം വളർന്നു പോയിട്ടുണ്ട്. അത്രയധികം ഫാൻഡോ, അത്രയധികം ഫാൻ ബേസും ഭയങ്കരധികം ഫോളോവേഴ്സൊക്കെ കിട്ടിയതാണ്. എന്നിട്ട് ഈ അങ്ങനെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു ആക്ടറിനെ പിടിച്ചുകൊണ്ട് വന്ന് നശിപ്പിക്കുക എന്ന് പറയില്ലേ, ആ സാധനം ലിറ്ററലി നശിപ്പിക്കുക. നമ്മളൊരാളെ ഇപ്പോൾ പേഴ്സണൽ ടാർഗറ്റ് ചെയ്തോ ഹരാസ് ചെയ്തോ പറയണതല്ല, പക്ഷെ ഒരാളുടെ കരിയർ കംപ്ലീറ്റ്ലി അങ്ങനെ ഇല്ലാണ്ടാക്കുക എന്ന് പറയില്ലേ. എത്ര പടം ചെയ്യുന്നു യാഷിന് ഇതിൻ്റെ ഇടയിൽ, എന്നിട്ട് ചെയ്തു വെച്ചൊരു സാധനം. ഇത് വർഷം വർഷം യാഷ് ഓരോ പടങ്ങൾ എടുക്കണമെന്നല്ല, അറ്റ്ലീസ്റ്റ് ഇതുപോലെ KGF പോലത്തെ അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ ഭയങ്കരധികം ഒരു പരിതാപകരമായ അവസ്ഥ. ജെനുവിൻലി എനിക്ക് മനസ്സിലാവുന്നില്ല ഹൗ ഡിഡ് ഹി കമ്മിറ്റ് ഫോർ ദിസ് എന്നുള്ളത്. ഈ സിനിമയുടെ തുടക്കം മുതലേ, ഫസ്റ്റ് ഇനീഷ്യൽ പോസ്റ്റർ മുതലേ, ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് മുതലേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സിനിമ കാണുന്നതിന് മുമ്പ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആശയം തന്നെ. പക്ഷേ ഒരു മാക്സിമം എത്ര എക്സ്റ്റെൻറ്റ് വരെ മോശമാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ബാറുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്താണ് ഈ പടം. അതാണ് ഞാനീ പറഞ്ഞത്. അതായത് ഈ സിനിമയ്ക്കൊരു ഉദ്ദേശമില്ല, ഇതിനൊരു കഥയില്ല, ഇതിന് ഒരു എന്താ ഞാൻ പറയുക. സെക്കൻഡ് എനിക്ക് ആ ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ടാണ് പടം കൊണ്ട് നിർത്തുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, എങ്ങനെങ്കിലൊക്കെ നിർത്തണ്ടേ. അതായത് അറ്റ്ലീസ്റ്റ് എന്നാൽ സെക്കൻഡ് പാർട്ട് എന്നെങ്കിലും പറഞ്ഞിട്ട് നിർത്താം. അതിനുള്ള വകുപ്പ് ഈ പടത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പോലും കാണിക്കാത്തത്. ഒരുമാതിരി എൻ്റെ പണ്ടാറടക്കി ഇത് എങ്ങനെ കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥ വരില്ല നമ്മൾ തിയേറ്ററിൽ. ആ രീതിക്കുള്ളൊരു സാധനമാണ്. ഭയങ്കരധികം നമ്മുടെ ഒരുമാതിരി ക്ഷമയുടെ നെല്ലിപ്പളക എടുക്കാന്ന് പറയില്ല, ആ രീതിയിലുള്ള അത്രയും മെൻ്റൽ ടോർച്ചർ തന്നിട്ടുള്ളൊരു പടം. എനിക്ക് റീസെൻ്റ്ലി ഇപ്പോൾ മറ്റേ ഇന്ത്യൻ 2ഉം ഇങ്ങനത്തെ പല മറ്റേ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ നമ്മുടെ ശങ്കർ സാർ പടങ്ങളൊക്കെ ഇത്രയും അധപ്പതിച്ച് ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതാണ് ഈ റീസെൻറ്റ് ടൈംസിൽ കണ്ട ദി വേസ്റ്റ് ഇന്ത്യൻ മൂവി ഓഫ് റീസെൻറ്റ് ടൈംസ് എനിക്ക് തോന്നി. അത്രയധികം മോശം പടം, അത്രയും മോശം പടം. ഇതിൽ മറ്റേ ഫസ്റ്റ് ശരിക്കും ഈ സാധനം ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഒരു B ഗ്രേഡ് പടം പോലെയാണ്. നമ്മൾ ഹോളിവുഡ് ലെവൽ എന്നൊക്കെ ഞാൻ പറയാൻ കാരണം, ഹോളിവുഡിൽ ഇതുപോലെ പല B ഗ്രേഡ് പടങ്ങൾ ഇറങ്ങുന്നുണ്ട് ഭയങ്കര ഹൈ ബഡ്ജറ്റിൽ. നമ്മുടെ മറ്റേ ഈ പൈറേറ്റ്സും നമ്മുടെ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ ബേസ് ആയിട്ടുള്ളൊരു പൈറേറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ടാർസൻ്റെ ഒരു പടമുണ്ട്, ഷെയിം ഓഫ് ലെജൻഡ്. പഴയ സാധനമൊക്കെയാണ്. അങ്ങനത്തെ കുറേ ക്ലാസിക് സാധനങ്ങളൊക്കെയാണ്. ഇതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സാധനം. അതായത് ഒരു സ്പൂഫ് പാരഡി കോൺ പടം ഇല്ലേ, അതേ രീതിയിലുള്ളൊരു സാധനമാണ്. എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഈ യാഷിൻ്റെ അടുത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ കുറേ ഇൻറ്റിമേറ്റ് സീനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ അപ്രോച്ച് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇതിലും നല്ലത് വല്ല ബ്രേസേഴ്സിലൊക്കെ അക്കൗണ്ട് തുടങ്ങണമാണ് അവർ. ഇതിലും നല്ല സീൻ മര്യാദയ്ക്ക് എടുത്ത് വെച്ചു. ഇതൊരു മാതിരി ഞാൻ പറയില്ല, അന്ന് അത് മര്യാദയ്ക്ക് കാണിക്കൂ. അതുമില്ലേ, അതാണ് മനുഷ്യരുടെ ദേഷ്യം വരിക. ഇതാണ് പടത്തിൻ്റെ ഉദ്ദേശം, ഞാൻ ഭയങ്കര സെക്സി ആയിട്ടാണ് ഈ പടം എടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും പഴയ പോലെ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റാൽ പണി കഴിഞ്ഞു നമ്മൾ വിചാരിക്കണം എന്ന രീതിയിലുള്ളൊരു സാധനം. ഇതാണ് മറ്റേ ഫെയറി ടെയിൽ ഫോർ അഡൾട്ട്സ്. എന്ത് അഡൾട്ട് ഇപ്പോഴും തന്നെ ഇത്
എന്തേ ഒന്നും പറയാനില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യമാണ് വന്നത്. മറ്റേ നമ്മൾ സഹികിട്ട് ഒരു പെട്ടുപോയി എന്ന് പറയുക, അങ്ങനത്തെ രീതിയിലുള്ള സിറ്റുവേഷൻ. ഇതിൽ ഒരു എടുത്തു പറയത്തക്ക ഒരു നല്ല സീൻ പോലും എനിക്ക് ഈ സിനിമയിൽ എവിടെ ഫീൽ ചെയ്തില്ല. ഒരൊറ്റ സീൻ പോലും. ചിലപ്പോൾ അവരോട് പോയിട്ട് വന്ന ചെറിയ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ നല്ലതാണെങ്കിലും ഈ അപരാധമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഇതൊന്നും ഒരു നമുക്ക് മൈൻഡിൽ സ്റ്റക്കാവുന്ന പോലത്തെ ഒരു സാധനം പോലും ഇല്ല. ആരൊക്കെയോ വന്നു പോയി. നയൻതാര വാസ് പ്രസൻറ്റഡ് ഗുഡ് ഇനീഷ്യലി, പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകെ മോശമായി. പിന്നെ ഇങ്ങനെ വന്നു പോയിട്ടുള്ള എല്ലാവരും ഇതൊരുമാതിരി ഒരു ഹാഫ് ബേക്ക്ഡൊന്നുമല്ല, ഫുൾ വെന്ത് കുഴഞ്ഞ ഒരു അവിയൽ അലമ്പ് വളിച്ച സാധനം നമ്മൾ പറയില്ലേ, ആ രീതിയിലുള്ളൊരു സാധനം. ദ ഓൺലി തിങ് വാച്ചിങ് ദിസ് മൂവി, എനിക്ക് ഇതിൽ നിന്ന് ആകെ കിട്ടിയൊരു ടേക്ക്, പൈസ പോയി സമയം പോയി അതൊന്ന്, ഞാൻ ആ നിർത്തിയെന്ന് തോന്നിയ സാധനം എൻ്റെ ആ ഒരു മറ്റേ റോസ്റ്റിംഗ് കരിയർ ഒന്നും കൂടി പൊടി തട്ടിയെടുത്താലോ എന്ന് തോന്നിപ്പോയി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. അത് മാത്രമാണ് പേഴ്സണലി എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ടേക്ക് ഓൺ കിട്ടിയത്. സോ ഐ എം കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്, ഡിസാറ്റിസ്ഫൈഡ്. ഇന്നത്തെ ദിവസം പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നുള്ളൂ, അഭിപ്രായം എന്ന് പറയേണ്ട അവസ്ഥയില്ല, എനിക്കറിയാം എല്ലാവരുടെ അഭിപ്രായം എന്തായിരിക്കും എന്നുള്ളത്. നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നുള്ളത് കമൻറ്റ് ചെയ്യുക.